ഇവിടെ റോഹിത്ത് വന്നിട്ടുണ്ട്, വിഷ്ണു ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടെ തൃശ്ശൂർ പാലസിലാണ്. പാലസ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ വന്നതാണ്. 5 മണി വരെ ഉള്ള ടൈം. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാനൊക്കെ സ്പെഷ്യൽ ഫീസ് വേണം, 10 രൂപ എക്സ്ട്രാ വേണം. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ടൈമില്ലാണ്ട് വന്നതാണ്. എല്ലാവരും വന്നിട്ടുണ്ട്, വിഷ്ണുവൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡിൻ്റെ വടക്കേ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് ഈ പാലസ് ഉള്ളത്. മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത് പണി നടക്കുമായിരുന്നു. ഇപ്പോഴാണ് ഓപ്പൺ ആയത്. ഈ കൊട്ടാരം എന്ന് പറയുന്നത് പുരാവസ്തു മ്യൂസിയമാണ്. ശക്തത്തമ്പുരാൻ കൊട്ടാരം എന്നൊക്കെ പറയാം. ശക്തത്തമ്പുരാൻ്റെ കൊട്ടാരമാണ്. അതിൽ മ്യൂസിയം ആയിട്ടുണ്ട്. പഴയ പഴയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് കാണാനുള്ളത്. ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ്. നമ്മളെ വണ്ടി ഇതാ അവിടെ വെച്ചുള്ളത്. അപ്പോൾ സൈൻ ചെയ്താൽ റെഡി ആയിട്ടുണ്ട് പോകാനൊക്കെ. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അപ്പോൾ മ്യൂസിയം ഞങ്ങൾ കണ്ടിറങ്ങിയിട്ടോ. അപ്പോൾ മ്യൂസിയത്തിൽ എന്തൊക്കെ ഉണ്ടാവുക അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെയെന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ആൻറ്റി പീസായ കാരണം, വിലപിടിപ്പുള്ള ആയുധങ്ങളൊക്കെ ആയ കാരണം ഭയങ്കര റയറാണല്ലോ. അപ്പോൾ അത് കാരണം വീഡിയോ അലോഡില്ല, ഫോട്ടോ മാത്രം എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. കർശനമായ നിബന്ധനയാണ്. അപ്പോൾ എടുക്കണ കണ്ടു കഴിഞ്ഞാൽ പോലീസ് ഫോണൊക്കെ മേടിച്ച് വെക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അതിൽ നിന്നില്ല, സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജസ്റ്റ് ഞങ്ങൾ ഇവിടെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ഇത് വടക്കേ സ്റ്റാൻഡ്, നമ്മുടെ തൃശ്ശൂരിൻ്റെ. ഇനി അങ്ങോട്ട് കായികപരമായിട്ടുള്ള അഭ്യാസങ്ങളൊന്നും വേണ്ട. ഇവിടെ ഒരു ബോട്ടിങ് ഉണ്ടല്ലേ, ബോട്ട് സർവീസ്. ഇവിടെ പണ്ടൊക്കെ ഒരു ബോട്ടിങ് ഉണ്ടായിരുന്നു. ആ വടക്കുന്നാഥൻ്റെ അവിടേക്കും ജസ്റ്റ് നടക്കാറിങ്ങിയത് കൂട്ടുകാരായിട്ട്. സൺഡേ ആണ്, പിന്നെ എനിക്ക് പനിയാണ്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയിലും നമ്മളെ യാത്ര എന്ന് പറയുന്നത്. ഈ ഞായറാഴ്ച ഒന്ന് ഓഫാക്കി. അപ്പോൾ ഇന്ന് വെറുതെ വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഇറങ്ങി. വിഷ്ണു വന്ന് കൂട്ടുകാർ വിളിക്കുകയാണ് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട്. പിന്നെ ക്യാമറ പറഞ്ഞാൽ നോക്കണം, അങ്ങനെ കാര്യമുണ്ട്. ക്യാമറ മേടിക്കണം. ഇവിടെ ചെറിയൊരു പാർക്കുണ്ട് കുട്ടികളെ, കോർപ്പറേഷൻ പാർക്ക്, തൃശ്ശൂർ നെഹ്റു പാർക്ക് എന്നൊക്കെ പറയും. ജസ്റ്റ് ഒന്ന് കറങ്ങിറങ്ങിയപ്പോൾ എല്ലായിടത്തും കയറാം എന്നുള്ളൊരു ഇതാണ്. അങ്ങോട്ട് പോകാല്ലേ. എല്ലാവരും ചിൽഡ്രൻസ് പാർക്കാണ്. ഒരു ഗാന്ധി പ്രതിമ ഉണ്ടല്ലോ അവിടെ. സംഭവം നല്ല അടിപൊളി നടക്കാനുണ്ട് അവിടെ. നല്ല ഏരിയയാണ്. നല്ലത് നേരം പോക്ക്. കല്യാണം ഫാമിലിയുടെ വരുമ്പോൾ ചെന്നിരിക്കാനൊക്കെ തൃശ്ശൂരിൽ ഈ ഏരിയ അടിപൊളിയാണ്. പിള്ളേർ കളിക്കുന്ന ആന, കുറേ പിള്ളേരുണ്ട് അവിടെ. ഒരു ലൈബ്രറിയാണ് ഇവിടെ. ரொம்ப അടിപൊളിയാണ്. വായനാശീലമൊന്നുമില്ല ഞങ്ങൾക്ക്, അത് കാരണം ലൈബ്രറി കയറുന്നില്ല. ഞാനും വായിക്കില്ല, അവനും വായിക്കില്ല. ഫുള്ളും മൊബൈലല്ലേ, വായിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും അറിയണമെങ്കിൽ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരും. ഞങ്ങളവിടെ ഫോട്ടോ എടുക്കാം. ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പോവാൻ അതിരപ്പള്ളിക്ക് പോണേ. അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു പോണേ. അതിരപ്പള്ളി പോയി വരുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ കള്ളലക്ഷണം അവരെ പെട്ടെന്ന് പിടിക്കും. സാധു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാര്യമില്ല. ഞാൻ പറയണ്ട്, ഇതാ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ് സാറേ എന്താ കാര്യം. അന്ന് ഇതിന്റെ കളറൊക്കെ ഇതിന്റെ മുടി പിന്നെ പറയാ വേണ്ട. ഇപ്പൊ കളറും ഇല്ല, ഒന്നുമില്ല. കുറച്ച് ഡീസന്റ് ആയി. ഡീസന്റ് ആകുമ്പോ കുറച്ച് പിടുത്തം കുറഞ്ഞുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഭയങ്കര ഭാഗ്യ. ഏതാ ഇതല്ലേ? ഇത് സിമെന്റ് അല്ലേ, പഴയകാല ഭാരതപ്പുഴ മണ്ണ്. നൊസ്റ്റോളജിയാണ് വിഷ്ണുവിന്റെ അല്ലേ. സ്കൂളിൽ വന്നാവല്ലേ ടൂറ്? ആ അങ്ങനെ പോണതല്ലേ. രസമുണ്ട്, മരങ്ങളും കാര്യങ്ങളൊക്കെ. അവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമല്ലോ. റൗണ്ടാണ് ഈ കാണുന്നത്, റൗണ്ടിൻ്റെ ഉൾഭാഗം. വേറെ ലെവൽ തന്നെ സ്ഥലം. ഫാമിലിക്കൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ അടിപൊളിയാണ്. പിള്ളേരൊക്കെ ഓടിച്ചാടി കളിക്കണം, കളയാട്ടാണ്.